Students, today we are going to discuss about the topic what is mean by BLAST. Actually, BLAST is an abbreviation of Basic Local Alignment Search Tool. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. എന്തായിരുന്നു സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ സീക്വൻസുകൾ എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? റീജിയണിൽ സിമിലാരിറ്റി ഉണ്ടോ ഡിസിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീക്വൻസുകൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സീക്വൻസ് അലൈൻമെൻറ്റ് പല ടൈപ്പിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു? പെയർ വൈസ്, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ എത്ര ലെങ്ത്താണോ നമ്മൾ എടുക്കുന്ന സീക്വൻസ് അതിൻ്റെ ബേസിൽ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ അതുപോലെ ലോക്കൽ. എന്തായിരുന്നു ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള സീക്വൻസിൻ്റെ എൻറ്റയർ ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സിമിലാരിറ്റി സെർച്ച് ചെയ്യണമെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ജനറൽ എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ എടുത്തിട്ടുള്ള സീക്വൻസിൽ ഇപ്പോൾ ഒരു എൻറ്റയർ ലെങ്ത്തിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ മാത്രം കമ്പയർ ചെയ്യുമ്പോഴാണെന്നുള്ളതിന് ലോക്കൽ സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 18 അല്ലെങ്കിൽ 20 ബേസ് പെയറുള്ള ഒരു DNA ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 6 ബേസ് പെയറാണ് നമ്മൾ അടുത്തുള്ള നമ്മൾ കമ്പയർ ചെയ്യുന്ന സീക്വൻസായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ ആ ഒരു 6 സീക്വൻസ് മാത്രമാണ് കമ്പാരിസന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ അലൈൻമെൻറ്റ്. ഇപ്പോൾ 20 സീക്വൻസുകളും അല്ലെങ്കിൽ 20 ബേസ് പെയറും എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ ജനറൽ അലൈൻമെൻറ്റ് എന്നാണ് പറയാം. അപ്പോൾ ഈ ലോക്കൽ അലൈൻമെൻറ്റ് ഏതെങ്കിലും ഒരു എൻറ്റയർ ലെങ്ത്തുള്ള DNA അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബയോഇൻഫർമാറ്റിക് ടൂളാണ് എന്ത്, BLAST എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഡീറ്റെയിൽ ഓഫ് ദിസ് BLAST. This BLAST was developed by Alch, Sool et al. In 1990 and it is a very fast and sensitive database search to find the similar sequence. വളരെ പെട്ടെന്നും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സിമിലർ റീജിയനെ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബയോഇൻഫർമാറ്റിക് ടൂളാണ് എന്ത്, BLAST എന്ന് പറയുന്നത്. And this basic BLAST algorithm can be implemented in DNA and protein database searches, gene identification searches and the analysis of multiple regions of similarity in long DNA sequences. എന്തിനൊക്കെയാണ് നമ്മൾ ഈ BLAST എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്യുന്നത്? DNA, RNA അതുപോലെ പ്രോട്ടീൻ സീക്വൻസുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ, ജീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരുപാട് ജീൻസുകൾ നമ്മളെടുത്ത് അല്ലെങ്കിൽ DNA സീക്വൻസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എടുത്തിട്ടുള്ള DNA സീക്വൻസുകളിലൊക്കെ ഏതൊക്കെ റീജിയനിലാണോ സിമിലാരിറ്റി ഉള്ളത് അന്നത് കാണാൻ വേണ്ടിയിട്ടുമാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, BLAST എന്ന് പറയുന്ന ഈ ടൂള് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ BLAST എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിനെ ഒരുപാട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ BLAST എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമുക്ക് എവിടെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു NCBI വെബ്സൈറ്റ്. NCBI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ. അതൊരു ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഈ NCBI എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് നമുക്ക് ഈ BLAST എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ BLAST നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ 5 പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ കാണിക്കാം. സോ ഇതാണ് NCBIയുടെ ഒരു പേജ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, BLASTN, BLASTP, BLASTX, TBLASTN, TBLASTX. അപ്പോൾ ഇങ്ങനെ 5 രീതിയിലാണ് ഈ BLASTനെ ഈ NCBIയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ 5 ടൈപ്പ് എന്നുള്ളത് നോക്കാം. First one is called BLASTP. The BLASTP will compare any protein sequences, any protein query sequences against a protein sequence database. നമ്മൾ കൊടുക്കുന്ന ക്വറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സീക്വൻസ് പ്രോട്ടീൻസിൻ്റെ ആണെങ്കിൽ ആ പ്രോട്ടീൻ ക്വറി സീക്വൻസ് ഈ NCBIയിലുള്ള പ്രോട്ടീൻ സീക്വൻസുകളായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോട്ടീൻ സീക്വൻസുകളെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് അത്തരത്തിലുള്ള BLASTനെ നമ്മൾ BLASTP എന്നാണ് പറയുന്നത്. സോ എന്താണ് BLASTN എന്ന് പറഞ്ഞാൽ? യെസ്, P is replaced by ന്യൂക്ലിയോടൈഡ് നമ്മൾ കൊടുക്കുന്നത് DNA അല്ലെങ്കിൽ RNAയുടെ സീക്വൻസ് അതിനെ ഈ NCBIയിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിട്ടാണ്
കമ്പാരിസൺ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബ്ലാസ്റ്റ് എൻ. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ബ്ലാസ്റ്റ് എക്സ്. എന്താണ് ബ്ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ടേക്സ് എ ന്യൂക്ലിയോടൈഡ് ക്വറി സീക്വൻസസ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു പ്രോട്ടീൻ ഫോർ കമ്പാരിസൺ എഗെയിൻസ്റ്റ് എ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്. ഈ ബ്ലാസ്റ്റ് എക്സിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ന്യൂക്ലിയോടൈഡ്, നമ്മുടെ ക്വറി സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA സീക്വൻസ്. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ? ഈ ബ്ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ എന്താക്കി മാറ്റും? പ്രോട്ടീനാക്കിയിട്ട് മാറ്റും. നമുക്കറിയാം ന്യൂക്ലിയോടൈഡിനെ പ്രോട്ടീനാക്കി മാറ്റുന്ന പ്രോസസ്സിന് എന്താ പറയുന്നത്? ട്രാൻസ്ലേഷൻ. അപ്പോൾ ദ ക്വറി സീക്വൻസ് വിൽ ബി കൺവേർട്ടഡ് ടു പ്രോട്ടീൻ ബൈ മീൻസ് ഓഫ് ട്രാൻസ്ലേഷൻ. എന്നിട്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടീനായി അല്ല. അപ്പോൾ ഈ പ്രോട്ടീന് പിന്നെ ഈ NCBയിലുള്ള ബാക്കിയുള്ള പ്രോട്ടീൻ, അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ സീക്വൻസുകളായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതാണ് എന്ത്? ബ്ലാസ്റ്റ് എക്സ്. ബ്ലാസ്റ്റ് പി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീനാണ്, അത് കമ്പയർ ചെയ്യുന്നതും അതിലുള്ള പ്രോട്ടീൻ സീക്വൻസുകൾ വെച്ചിട്ട്. ബ്ലാസ്റ്റ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്, പിന്നെ NCBയിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിട്ടത് കമ്പാരിസൺ നടത്തും. ബ്ലാസ്റ്റ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്, പക്ഷേ അതെന്തായിട്ട് മാറ്റും? ബ്ലാസ്റ്റ് എക്സ് പ്രോട്ടീനായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ സീക്വൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ടി ബ്ലാസ്റ്റ് എക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വേറെ 2 കാറ്റഗറിയാണ് ടി ബ്ലാസ്റ്റ് എൻ ആൻഡ് ടി ബ്ലാസ്റ്റ് എക്സ്. സോ ടി ബ്ലാസ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കമ്പയർസ് എ പ്രോട്ടീൻസ് സീക്വൻസ് എഗെയിൻസ്റ്റ് എ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ആഫ്റ്റർ ട്രാൻസ്ലേറ്റിംഗ് ദിസ് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസ് സീക്വൻസസ് ഇൻ ടു പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പ്രോട്ടീൻ ടി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ സീക്വൻസിനെ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസായിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന പ്രോട്ടീൻ സീക്വൻസുകൾ ആക്ച്വലി എന്താണ്? ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അതിനെ പ്രോട്ടീനാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിനെ എന്താക്കി മാറ്റുന്നത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീൻ സീക്വൻസ് ആകുമ്പോൾ ഈ പ്രോട്ടീൻ സീക്വൻസിനെ എന്താക്കി മാറ്റും? ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആക്കി മാറ്റിയിട്ട് ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസിനെ അതിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസുകളായിട്ട് കമ്പയർ ചെയ്യും. ടി ബ്ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് കമ്പയർസ് ട്രാൻസ്ലേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് ക്വറി സീക്വൻസസ് ഇൻ ടു പ്രോട്ടീൻസ് എഗെയിൻസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് എ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസസ് ഇൻ ടു പ്രോട്ടീൻ. ടി ബ്ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞെങ്കിൽ ട്രാൻസ്ലേഷൻസ് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് കമ്പയർസ് ട്രാൻസ്ലേഷൻ ഓഫ് എ ന്യൂക്ലിയോടൈഡ് ക്വറി സീക്വൻസ് ഇൻ ടു പ്രോട്ടീൻസ് എഗെയിൻസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് എ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസസ് ഇൻ ടു പ്രോട്ടീൻ. രണ്ടിൻ്റെയും ട്രാൻസ്ലേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ ടി ബ്ലാസ്റ്റ് എക്സിൽ കമ്പയർ ചെയ്യുന്നത്. സോ ഈ 5 ടൈപ്പ് ബ്ലാസ്റ്റ് പ്രോഗ്രാമാണ് ഇതിലുള്ളത്? NCBയിൽ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക NCBയിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ബ്ലാസ്റ്റ് പ്രോഗ്രാമിന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കൺസ്ട്രക്റ്റിംഗ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ്. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? കൺസ്ട്രക്റ്റിംഗ് എ ലിസ്റ്റ്. അപ്പോൾ ഈ 3 പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കാണാൻ കഴിയാത്തതാണ്. കാരണം ഈ ബ്ലാസ്റ്റ് പ്രോഗ്രാമിൽ ഓൾറെഡി ചെയ്തു വച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണത് ഈ 3 സ്റ്റെപ്സ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പിൻ്റെ റിസൾട്ട് മാത്രമാണ് നമ്മൾ അവസാനം കാണുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്ലാസ്റ്റ് പ്രോഗ്രാമിൽ നടക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് കോൾഡ് കൺസ്ട്രക്റ്റിംഗ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ്. ദ ക്വറി സീക്വൻസസ് ഈസ് ബ്രോക്കൺ ഇൻ ടു ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് X length which is known as words. For example, a nucleotide sequence of ATGC, GTA, GT is made into 3 different words with a word length of 7, such as അതിൽ കൊടുത്തിട്ടുള്ള 3 words. Then these query words are compared with all database sequences with for the presence of these words while comparing query word with each word of the database sequences and a similarity score is calculated. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിംഗ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീക്വൻസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു സീക്വൻസാണ് ATGC, GTA, GT എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലെങ്ത്തുള്ള ഒരു സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ആദ്യം എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള ഇത്ര ലെങ്ത്തുള്ള ഈ ഒരു സീക്വൻസിനെ പല കഷ്ണങ്ങളാക്കും, അതായത് പല ഫ്രാഗ്മെൻറ്റ്സ് ആക്കും.
അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം 7 ബേസിലുള്ള ഒരു ഫ്രാഗ്മെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഫ്രാഗ്മെൻറ്റ് നോക്കൂ, ATG GC GT, അതായത് ആദ്യത്തെ 7 ലെറ്റർ എടുത്തിട്ടാണ് ആദ്യത്തെ ഒരു വേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ സെഷൻ നോക്കൂ, TG, അതായത് A ഒഴിവാക്കിയിട്ട് ഫസ്റ്റത്തെ 7 ഒഴിവാക്കിയിട്ട് TGC GT AG, അതാണ് രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റ്. മൂന്നാമത്തെ ഫ്രാഗ്മെൻറ്റ് ഏതാണ്? എയും ടിയും ഒഴിവാക്കിയിട്ട് GC GT AGT. ഓക്കെ, ഇങ്ങനെ ഈ 3 വേർഡ്സ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ക്വറി സീക്വൻസിന് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ദീസ് ക്വറി വേർഡ്സ് ആർ കമ്പയർ വിത്ത്, എന്നിട്ട് ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഈ വേർഡ്സ് NCBAയിൽ ഏതൊക്കെ റീജിയൻസിലാണെങ്കിൽ ഏതൊക്കെ ബേസുകളായിട്ടാണോ അല്ലെങ്കിൽ ഏതൊക്കെ സീക്വൻസുകളായിട്ടാണോ ഈ 3 ഫ്രാഗ്മെൻറ്റും സിമിലാരിറ്റി കാണിക്കുന്നത്, ആ സിമിലാരിറ്റി ഒരു സ്കോറായിട്ട് നമുക്ക് കാണിച്ചു തരും. മനസ്സിലായില്ലേ? ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു സീക്വൻസ് കൊടുക്കുകയാണെങ്കിൽ ആ സീക്വൻസിനെ പല ലെങ്ത്തിൽ ഇവർ പല വേർഡായിട്ട് പല ലെങ്ത്തിലുള്ള വേർഡ്സായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഓരോ വേർഡിനെയും ആ NCBAയിൽ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു സ്കോർ തരും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ദ ഡാറ്റാബേസ് ഫോർ ഹിറ്റ്സ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ കൊടുത്തിട്ടുള്ള ലെങ്ത്തിലുള്ള സീക്വൻസുകൾ ആരൊക്കെയായിട്ടാണെങ്കിൽ ഏതൊക്കെ സീക്വൻസുകളായിട്ടാണോ സിമിലാരിറ്റി ഉള്ളത് അത് നമുക്ക് ഈ NCBA കാണിച്ചു തരും. അപ്പം നമുക്കത് കാണാൻ പറ്റും ഏതൊക്കെ റീജിയൻസിലെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ റീജിയൻസിലാണ് കമ്പയർ ചെയ്യാത്തത്. അപ്പോൾ ഈ കമ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള റീജിയൻസിന് ഒരു സ്കോറ് NCBA കൊടുക്കും, ഇല്ലെങ്കിൽ ഈ ഡാറ്റാബേസ് കൊടുക്കും. അപ്പോൾ ഈ സ്കോറിനെ നമ്മൾ പറയുന്ന പേരാണ് ഹിറ്റ്. ഓക്കെ, സെർച്ചിങ് ദ ഡാറ്റാബേസ് ഫോർ ഹിറ്റ്സ്. അപ്പോൾ ഈ ഒരു സ്കോറിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം നമുക്കൊരു അനാലിസിസ് തരും. അതായത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ റീജിയൻസ് ആണോ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളത്, ഏതൊക്കെ റീജിയൻസ് ആണോ ഐഡൻറ്റിക്കൽ ഇല്ലാത്തത്, അതിൻ്റെ ബേസിൽ നമുക്കൊരു വാല്യൂ തരും. അതാണ് അല്ലെങ്കിൽ സ്കോർ തരും. അതാണ് എന്ത്? ഹിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഹിറ്റ് എക്സ്റ്റൻഷൻ. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. all the hits or all the score which is generated in the previous steps are extended without gaps in both direction to determine a large segment of similarity. ഈ ഹിറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് മാക്സിമം ഈ പ്രീവിയസ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതൊക്കെ റീജിയനാണ് മാക്സിമം സിമിലാരിറ്റി വരുന്നത് ആ റീജിയൻസിനെ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് സിമിലാരിറ്റി ഉള്ളതിൻ്റെ മാക്സിമം സ്കോർ നമുക്ക് ഈ ഒരു NCBA തരും. അപ്പോൾ ഈ 3 സ്റ്റേജുകളാണ് ഈ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് NCBAയിൽ നമ്മൾ മുകളിൽ കണ്ടില്ലേ, blast.ncba.nlm എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ഒരു URL നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ വി വിൽ ഗെറ്റ് എ ഹോം പേജ് ലൈക്ക് ദിസ്. കണ്ടില്ലേ, ന്യൂക്ലിയോടൈഡ് ബ്ലാസ്റ്റ്, T-BLAST-N, BLAST-X, പ്രോട്ടീൻ ബ്ലാസ്റ്റ്, അങ്ങനെ നമ്മൾ കുറച്ചടുത്ത് പറഞ്ഞിട്ടുള്ള 5 ടേംസ് ഇതിൽ വരും. എന്നിട്ട് നമുക്ക് ഈ സെർച്ച് ബട്ടണിൽ എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതിവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ NCBA എടുത്ത് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതുപോലൊരു പേജാണ് വരിക. അപ്പം ഇവിടെ BLAST-N ഉണ്ട്, BLAST-P ഉണ്ട്, BLAST-X ഉണ്ട്, T-BLAST-N ഉണ്ട്, T-BLAST-X ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളെ സീക്വൻസ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം ബ്ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ NCBA നമ്മൾ തുറന്നു. ഇവിടെ ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസിൻ്റെ അവിടെ നമ്മൾ ന്യൂക്ലിയോടൈഡ് DNA അല്ലെങ്കിൽ RNAയുടെ ഒരു സീക്വൻസാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഈ സെർച്ച് ബട്ടണിൽ നമ്മളൊരു ഓർഗാനിസിൻ്റെ പേരാണ് സെർച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രൈത്തമസ് ഫെസ്റ്റിവ, ഇതൊരു ഇൻസെക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇൻസെക്റ്റിൻ്റെ പേര് നമ്മളിവിടെ അടിച്ചെടുത്തിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പം കണ്ടില്ലേ, ട്രൈത്തമസ് ഫെസ്റ്റിവ എന്ന് പറഞ്ഞുള്ള ഈ ഓർഗാനിസത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഓർഗാനിസിൻ്റെ സീക്വൻസാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ട്രൈത്തമസ് ഫെസ്റ്റിവ, ഐസൊലേറ്റ്, സൈറ്റോക്രോം ഓക്സിഡേസ് സബ്യൂണിറ്റ് 1, പാർഷ്യൽ സീരീസ് മൈറ്റോകോൺഡ്രിയയിൽ സൈറ്റോക്രോം ഓക്സിഡേസ് 1 ജീനിൻ്റെ ഒരു സീക്വൻസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ന്യൂക്ലിയോടൈഡിൻ്റെ അവിടെ ട്രൈത്തമസ് ഫെസ്റ്റിവ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പേജ് കിട്ടുക. എന്നിട്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നോക്കുക, റൺ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. ഈ റൺ ബ്ലാസ്റ്റിൽ
കൊടുക്കുന്ന സമയത്ത് ഈ സീക്വൻസ് ഏതൊക്കെ സീക്വൻസ് ആയിട്ടാണോ ഈ NCBയിലുള്ള ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസിനോട് ഈ സീക്വൻസ് എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ എയിം എന്താണ്, ഈ സീക്വൻസ് എന്ത് ഓർഗാനിസം ആണെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തിനോ നമ്മൾ സെർച്ച് ചെയ്ത്, അപ്പം ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഒരു ഇൻസെക്റ്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്, ഇൻസെക്റ്റിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു DNA സീക്വൻസിങ് ചെയ്തുമായിരിക്കും ഒരു ജീവിനെ എടുത്തിട്ട്, നിങ്ങൾക്കത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളിതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഈ NCBയിൽ നിങ്ങൾ കയറിയിട്ട് ഈ ഒരു സീക്വൻസ് അടിച്ചു കൊടുത്തിട്ട് ഈ റൺ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഈ സീക്വൻസ് ഏത് സീക്വൻസ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ NCBയിൽ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സീക്വൻസ് കമ്പയർ ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ഏതിനോടാണ് സിമിലാരിറ്റി കാണിക്കുന്നത് എന്നുള്ളത് NCBയിൽ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇതിൽ നമ്മൾ ആ ഓർഗാനിസത്തിൻ്റെ പേരടിച്ചിട്ടുള്ളതുകൊണ്ട് ആ സീക്വൻസ് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ ഒന്നിച്ചെങ്കിൽ ഈ റൺ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജിലേക്കാണ് ശരിക്കും പോവുക. ഓക്കെ, ആ ഈ പേജിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകിൽ ഇതിൻ്റെ ആക്സസ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഈ സീക്വൻസ് പേസ്റ്റ് ചെയ്യണം. കണ്ടില്ലേ, ഒന്നിച്ചെങ്കിൽ ഈ ആക്സസ് നമ്പർ എന്ന് പറഞ്ഞത് MN519257, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് ATT മുതൽക്ക് ഈ അവസാനത്തെ TTT വരുന്നുള്ള ഈ സീക്വൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് റൺ ബ്ലാസ്റ്റ് കൊടുക്കാം. ഈ റൺ ബ്ലാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ട്രൈത്തമസ് ഫെസ്റ്റിവ എന്നടിക്കുമ്പോൾ വരുന്ന ഫസ്റ്റ് പേജിൽ വരുന്നതാണ് കേട്ടോ. അതൊക്കെ ഇതിൽ നിന്ന് ഒരു സീക്വൻസ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. ഓക്കെ, എന്നിട്ട് നമ്മളതിനെ റൺ ബ്ലാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ കണ്ടില്ലേ, ഇങ്ങനൊരു പേജ് അപ്പിയർ ചെയ്യും. ഈ പേജ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്, ഈ NCBയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സീക്വൻസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഈ കാണിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? എന്താണ് ട്രൈത്തമസ് ഫെസ്റ്റിവ നമ്മൾ കൊടുത്തതാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള സീക്വൻസുകളൊക്കെ ആയിട്ട് ഈ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള സീക്വൻസ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും സിമിലാരിറ്റി കണ്ടില്ലേ, 100%, 97-98% സിമിലാരിറ്റി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രൈത്തമസ് ഫെസ്റ്റിവലിനോട് കാണിച്ചിട്ടുള്ളതുകൊണ്ടെന്ന് നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. ഈ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് ട്രൈത്തമസ് ഫെസ്റ്റിവ, അല്ലെങ്കിൽ ഇതൊരു ഇൻസെക്റ്റാണ്. നമുക്ക് ഈ ഒരു ബ്ലാസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ NCBയുടെ പേജ് എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ സെർച്ച് ബട്ടണിൽ നമുക്ക് പറയുന്ന ഒരു ഓർഗാനിസം ആണെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ കൊടുത്തു, ട്രൈത്തമസ് ഫെസ്റ്റിവ. എന്നിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ആദ്യം വരുന്നത് ഈ പേജാണ് കേട്ടോ. ഈ ഒരു പേജാണ് വരും, ട്രൈത്തമസ് ഫെസ്റ്റിവ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജ് വരും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഫാസ്റ്റ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ സീക്വൻസ് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യും. റൺ ചെയ്യണ സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു വിൻഡോ അപ്പിയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ഇതിൻ്റെ ആക്സസ് നമ്പർ അല്ലെങ്കിൽ ഈ സീക്വൻസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴെ ബ്ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് അവസാനം വരിക. അപ്പോൾ അതിൽ ഏതൊക്കെ സീക്വൻസിനോടാണോ ഈ പെർട്ടിക്കുലർ ഓർഗാനിസം സിമിലാരിറ്റി കാണിക്കുന്നത് എന്നുള്ളത് ഇതിൽ കാണിച്ചു. ഇതിൽ ഈ വാല്യൂ ഐഡൻറ്റിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഐഡൻറ്റിക്കൽ ആണ് നമ്മൾ മെയിനായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ഈ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ട്രൈത്തമസ് ഫെസ്റ്റിവ തന്നെയാണ്. കാരണം എന്താണ്, ഈ NCBയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രൈത്തമസ് ഫെസ്റ്റിവലിനോടും നമ്മൾ കൊടുത്തിട്ടുള്ള സീക്വൻസ് സിമിലാരിറ്റി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോട്ടീനെയോ നമുക്കറിയാത്ത ഒരു ഓർഗാനിസത്തിൻ്റെ പ്രോട്ടീനോ ന്യൂക്ലിയോട്ടൈഡോ സീക്വൻസ് കൊടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ഈ NCBയിൽ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് അതൊരു കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കോമൺ ആൻസിസ്ട്രിയോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസോ അല്ലെങ്കിൽ ഫങ്ഷൻ അനാലിസിസോ ഒക്കെ സിമിലാരിറ്റി ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ബയോഇൻഫർമാറ്റിക് ടൂളാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.